തുടരുന്ന ഷോമിന് അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന 50ഓളം സിനിമ ഇവർ ഒരുമിച്ചായിട്ട് പിന്നെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. അത്തരം ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല വാണി ചേച്ചിക്ക്? നമ്മൾ ചെയ്തു വെച്ച കുറെ ആളുകളുണ്ടല്ലോ, അവരോട് കൂടെ വീണ്ടും ഒന്ന് ഒന്നിക്കണമെന്ന് ആഗ്രഹം ആരുമായിട്ടായിരിക്കണം? മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാരക്ടർ നന്നായാൽ നമുക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കാനായിട്ടും ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴുള്ള ന്യൂജൻ പിള്ളേരുടെ കൂടെ എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അതെ, തുടങ്ങിയത്. ഇനി അങ്ങനെ സിനിമകൾ വരും, എന്തായാലും വരും. സിനിമ അഭിനയിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കുന്ന ആളാണ്, അങ്ങനെ ഉറപ്പിച്ചിറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാബുച്ചോടേയും ചോദിച്ചു, നമ്മളാരും തടസ്സം നിന്നേക്കണല്ലോ കേട്ടോ. എന്നോട് പറയും, മോളെ സ്കൂളിൽ കറക്റ്റ് വരണം, അത് വിളിച്ചോണ്ട് വരണം, അതൊക്കെയാണ് വാണി ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അഭിനയിക്കും. ഇപ്പൊ ഇനി ഇറങ്ങി തുടങ്ങിയാൽ അഭിനയിക്കും. മോളൊക്കെ വേറെ രീതിക്ക് വളർന്നു പോയിട്ടുണ്ട്, വേറെ പഠിക്കാൻ പോയിട്ടുണ്ട്. എപ്പോഴും പറയാം, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടാ പറഞ്ഞത്. ഈ മലയാള സിനിമയും തമിഴ് സിനിമയും ഒക്കെ ആയിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. തമിഴിൽ നിന്നും മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് അന്നത്തെ സമയങ്ങളിൽ യാത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ തമിഴിൽ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ സിനിമയുടെ ഡേറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നം വരാറുണ്ട്. അന്ന് ഒത്തിരി ഡേറ്റ് അവിടെ കൊടുക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ മാറിപ്പോയത് അധികം ഓർമ്മയുണ്ടോ? മാറിപ്പോയതൊക്കെ ഉണ്ട്, മാറിപ്പോയ സിനിമകളുണ്ട്. പക്ഷേ ഞാൻ മലയാളത്തിൽ വന്നതിന് ശേഷം കൂടുതൽ 1-2 പടങ്ങളാണ് വെളിയിൽ ചെയ്തത്. ഇപ്പോൾ തെലുങ്കിൽ അഭിനയിക്കാൻ പോയി ഫുൾ അവിടെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മലയാള പടങ്ങളൊക്കെ വന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. മലയാള പടങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ തെലുങ്ക് തന്നെയാണ്. പിന്നെ മലയാളം വന്നപ്പോൾ മലയാളം തന്നെയാണ് കൂടുതൽ. ഏതോ ഒരു പടം 1-2 പടം തമിഴ് ചെയ്തു, അതിൻ്റെ ഇടയിൽ പോയിട്ട് 2-3 പടം തെലുങ്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഡേറ്റിൻ്റെ അങ്ങനെയൊന്നും ക്ലാഷ് വന്നിട്ടില്ല. തൃശ്ശൂരാണ് വീട്, തൃശ്ശൂരാണ് കുടുംബ വീടൊക്കെ ഇവിടെയാണ്. ഈ സമയങ്ങളൊക്കെ എപ്പോൾ സമയം കിട്ടിയാലും തൃശ്ശൂർ വരാറുണ്ടെന്ന് എനിക്കറിയാം. എപ്പോൾ സമയം കിട്ടിയാലും വരുമെന്ന് അറിയാം. തൃശ്ശൂർ നമ്മളെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ കളിക്കൂട്ടുകാർ അവരൊക്കെ ആയിട്ടൊക്കെ എങ്ങനെയാണ്? ഇല്ല, എപ്പോഴും വിളിക്കുമോ അവര്, ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. മുമ്പ് ഇവിടെ ഞാൻ കുറവല്ലേ, കൂടുതൽ ചെന്നൈയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചെന്നൈയിൽ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്, ഫ്രണ്ട്സ് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഏതെങ്കിലും ഒരാളൊക്കെ വളരെ കുറവാണ്. എപ്പോഴെങ്കിലും ഇതുപോലെ ഇപ്പോൾ സുചിത്രയെ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവരുള്ളൂ. അതും ഇപ്പോൾ സുജി തന്നെ എന്നെ ഒരുപാട് നാളിന് ശേഷമാണ് വിളിക്കുന്നത്, ഈ റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ട്. ഞാൻ ഒരു പഴയ കൂട്ടുകാരിയാണ് കേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, പഴയ കൂട്ടുകാരി പുതിയ കൂട്ടുകാരില്ല, കൂട്ടുകാരി തന്നെ എല്ലാവർക്കും, അങ്ങനെയെന്ന് പറഞ്ഞു. ഈ പണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ പല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മമ്മൂക്കായുടെ അടുത്തുള്ള മുഹൂർത്തങ്ങൾ. അങ്ങനെ ഈ പല ആളുകളിൽ നിന്നും പല സ്ത്രീകളിൽ നിന്നുമുള്ള സംസാര രീതികളുണ്ടാകും, മുഹൂർത്തങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന. അങ്ങനെ ഒരു ഉപദേശവും നമ്മുടെ ഒരു തമാശയും കൗതുകവും തോന്നിയിരിക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും? പണ്ട് ലൊക്കേഷനിൽ ഇപ്പോൾ സുചിത്രയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ കുറേ പേരെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പിന്നെയും ചിന്തിക്കുമ്പോൾ നമുക്ക് അന്നാ പറഞ്ഞ കാര്യം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ഒന്നും ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. സിനിമ എന്ന് പറയുന്നത് തന്നെ എല്ലാം ആലോചിച്ച് വയ്ക്കാനുള്ള സംഭവം തന്നെയല്ലേ. അപ്പം അങ്ങനെ ഒരു ഓർമ്മ പെട്ടെന്ന് കിട്ടുന്നില്ല. എല്ലാവരുമായിട്ട് ഭയങ്കര ഇത് തന്നെയാണ്. സിനിമകൾ മാറി അല്ലേ? നേരത്തെ പറഞ്ഞ സിനിമകൾ, പാട്ടുകളുടെ എണ്ണം കൂടി. പണ്ട് പാട്ടുകളുടെ എണ്ണം ഒത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പാട്ടുകൾ ഇല്ലാതെ, പിന്നെ ഇപ്പോൾ പാട്ടുകളുടെ എണ്ണം കൂടി. ഈ ചില പാട്ടുകൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കില്ല, ഒരു പാട്ടങ്ങ് വെക്കുന്നു, ബിസിനസ്സിന് വേണ്ടി വെക്കുന്ന രീതിയിലേക്ക് സിനിമയിലെ പാട്ട് ഉണ്ടായിരിക്കില്ല, സിനിമയിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സിനിമയിൽ ഉണ്ടാകണമെന്നില്ല. അത്തരം ഒരു രീതികൾ എനിക്ക് തോന്നുന്നു പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അത്തരം രീതിയോടെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ അങ്ങനെ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം അറിയില്ല. എനിക്ക് നല്ല പാട്ടുകളായി ഉൾപ്പെടുത്താം. പിന്നെ കഥ അത്രയും വെയിറ്റുള്ള കഥ ഉണ്ടെങ്കിൽ അതിൽ പാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.